സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകളുമാണ്. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കാത്തത്? ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കാത്തത് എന്നതാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നാണ്. ഇതിന്റെ ആൻസർ പറയണമെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം എന്തറിയണം? വേമ്പനാട്ട് കായൽ ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത് എന്നറിയണം വേണ്ടേ? ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ 3 ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്നത്. അപ്പൊ വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ 3 ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടി. ഏതാണ് ഉത്തരം? വ്യാപിച്ച് കിടക്കാത്തത് കൊല്ലം ജില്ലയിലാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ, വേമ്പനാട്ട് കായൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായൽ സ്ഥിതി ചെയ്യുന്നത് 3 ജില്ലകളിലായിട്ടാണ്. അത് ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ 3 ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് കേരളത്തിലെ മറ്റു പ്രധാനപ്പെട്ട കായലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ടക്കായൽ, വെള്ളായണിക്കായൽ, പരവൂർ കായൽ, BM കായൽ, ആക്കുളം കായൽ. അപ്പൊ കേരളത്തിലെ മറ്റു പ്രധാനപ്പെട്ട കായലുകൾ ഏതൊക്കെയാണ്? അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ടക്കായൽ, വെള്ളായണിക്കായൽ, പരവൂർ കായൽ, BM കായൽ, ആക്കുളം കായൽ. അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിക്കാം. ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത്. അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ്, കൊല്ലം. ഇനി ശാസ്താംകോട്ടക്കായലോ? ശാസ്താംകോട്ടക്കായലും സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. അപ്പൊ മറ്റൊരു ചോദ്യം ചോദിക്കാറുണ്ട്, എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് എന്ന് ചോദിക്കാറുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ശാസ്താംകോട്ടക്കായലാണ്. ശാസ്താംകോട്ടക്കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്, കൊല്ലം. അടുത്തത് വെള്ളായണിക്കായൽ. വെള്ളായണിക്കായൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് വെള്ളായണിക്കായൽ സ്ഥിതി ചെയ്യുന്നത്. പരവൂർ കായലോ? പരവൂർ കായൽ കൊല്ലം ജില്ലയിലാണ്. പരവൂർ കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. BM കായൽ മലപ്പുറത്താണ്. BM കായൽ മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആക്കുളം കായൽ എവിടെയാണ്? തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ഈ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ കുറച്ച് ശ്രദ്ധയില്ലാണ്ട് വായിച്ചാൽ ഇതിന്റെ ആൻസർ ഇവിടെ മാറിപ്പോവും. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദേശീയ മൃഗം ഏത് എന്നല്ല, ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആനയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആന. ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായിട്ട് അംഗീകരിച്ചത് ഏത് വർഷമാണ്? 2010 2010 മുതലാണ് ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായിട്ട് അംഗീകരിച്ചത്. ഇനി ആന ഔദ്യോഗിക മൃഗമായ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? ആനയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. അപ്പൊ ആന ഔദ്യോഗിക മൃഗമായ മറ്റ് സംസ്ഥാനങ്ങൾ കേരളം കൂടാതെ ഏതൊക്കെയാണ്? കർണാടക, ജാർഖണ്ഡ് എന്നിവയാണ്. ആന ഔദ്യോഗിക മൃഗമായ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളം, കർണാടക, ജാർഖണ്ഡ് എന്നിവയാണ് ആന ഔദ്യോഗിക മൃഗമായ സംസ്ഥാനങ്ങൾ. ഇനി ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏത് എന്ന് ചോദിച്ചാലോ? ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്രയാണ്. സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര, സിംഹമുദ്ര. ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷ കലണ്ടറാണ്. ശകവർഷ കലണ്ടറാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ. ദേശീയ ജലജീവി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗംഗാ ഡോൾഫിൻ ആണ്. ഗംഗാ ഡോൾഫിൻ ആണ്
ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ. ദേശീയ വൃക്ഷം ഏതാണ്? പേരാലാണ്. പേരാലാണ് ദേശീയ വൃക്ഷം. ദേശീയ പാനീയമോ? ചായയാണ് ദേശീയ പാനീയം. ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏത് എന്ന് ചോദിച്ചാൽ സിംഹമുദ്രയാണ്. ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടറാണ്. ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ ആണ്. ദേശീയ വൃക്ഷം ഏത് എന്ന് ചോദിച്ചാൽ പേരാലാണ്. ദേശീയ പാനീയം ഏത് എന്ന് ചോദിച്ചാൽ ചായയാണ്. അടുത്ത ചോദ്യം, കല്ലുമാല സമരം നയിച്ചത് ആരാണ്? കല്ലുമാല സമരം നയിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നയിച്ചത്. ഇനി കല്ലുമാല സമരം നടന്നത് എവിടെയാണ് എന്ന് ചോദിക്കാം. കല്ലുമാല സമരം നടന്നത് എവിടെയാണ്? പെരിനാടാണ്. പെരിനാട് ഏത് ജില്ലയില്? കൊല്ലം ജില്ലയില്. കൊല്ലം ജില്ലയിലെ പെരിനാടാണ് കല്ലുമാല സമരം നടന്നത്. വർഷമോ? 1915. 1915 കൊല്ലം ജില്ലയിലെ പെരിനാടാണ് കല്ലുമാല സമരം നടന്നത്. അതുകൊണ്ട് തന്നെ കല്ലുമാല സമരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പെരിനാട് ലഹള എന്ന്. ചോദിക്കാം, പെരിനാട് ലഹള എന്നറിയപ്പെടുന്നത് ഏതാണ്? കല്ലുമാല സമരമാണ് പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നത്. ഇനി അടുത്തത്, പുലയ രാജ എന്നറിയപ്പെട്ടത് ആരാണ്? പുലയ രാജ അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയാണ് പുലയ രാജ എന്നും അറിയപ്പെട്ടത്. അങ്ങനെയെങ്കിൽ അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജിയാണ് അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പൊ പുലയ രാജ എന്ന് അറിയപ്പെട്ടത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയെ പുലയ രാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സമരമാണ് വില്ലുവണ്ടി സമരം. വില്ലുവണ്ടി സമരം. ഇപ്പൊ വില്ലുവണ്ടി സമരം നടത്തിയത് ആര്? പ്രസിദ്ധമായ വില്ലുവണ്ടി സമരം നടത്തിയത് ആര് എന്ന് ചോദിക്കാം. ആരാണ്? അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. ഏത് വർഷമാണ്? 1893. ഇപ്പൊ പ്രസിദ്ധമായ വില്ലുവണ്ടി സമരം നടത്തിയ നവോത്ഥാന നായകൻ ആര്? അയ്യങ്കാളി. ഏത് വർഷമാണ് വില്ലുവണ്ടി സമരം നടന്നത്? 1893. ഇനി അയ്യങ്കാളിയുടെ നേതൃത്വത്തില് നടന്ന മറ്റൊരു ലഹളയാണ് 90-ാം ആണ്ട് ലഹള. 90-ാം ആണ്ട് ലഹള. 90-ാം ആണ്ട് ലഹള ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് 90-ാം ആണ്ട് ലഹള നടന്നത്. അപ്പോൾ 90-ാം ആണ്ട് ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് ആര് എന്ന് ചോദിക്കാം. ആരാണ്? അയ്യങ്കാളിയാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. ഏത് വർഷമാണ്? 1907. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. വർഷം 1907. പിന്നോക്ക വിഭാഗക്കാരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് 1907 അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. ഇനി മറ്റൊരു വിശേഷണമുണ്ട് അയ്യങ്കാളി. ഇന്ത്യയുടെ മഹാനായ പുത്രൻ. ഇന്ത്യയുടെ മഹാനായ പുത്രൻ. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ആരെ വിശേഷിപ്പിച്ചത്? അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത്. അപ്പൊ നോക്കാം നമുക്ക്. കല്ലുമാല സമരം നടന്നത് എവിടെയാണ്? പെരിനാടാണ്. കൊല്ലം ജില്ലയിലെ. വർഷം 1915. പെരിനാട് ലഹള എന്നറിയപ്പെടുന്നത് ഏത് സമരമാണ്? കല്ലുമാല സമരമാണ്. പുലയരാജ എന്നറിയപ്പെട്ടത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഇനി പ്രസിദ്ധമായ വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? അയ്യങ്കാളിയാണ്. വർഷം ഏതാണ്? 1893. 90-ാം ആണ്ട് ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. വർഷം 1907. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അടുത്ത ചോദ്യം, കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ലാഹോർ സമ്മേളനമാണ്.
1929 ലാഹോർ സമ്മേളനത്തിലാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത്. വർഷം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം, 1929. 1929 ലാഹോർ സമ്മേളനത്തിലാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത്. INC രൂപീകൃതമായത് എന്നാണ്. INC രൂപീകൃതമായ വർഷം 1885. 1885 INC ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. ദിവസം ഏതാണ്? ഡിസംബർ ആണ്. ഡിസംബർ 28. INC രൂപീകൃതമായ വർഷം 1885, മാസം ഡിസംബർ, ദിവസം 28. 1885 ഡിസംബർ 28 തീയതിയാണ് INC രൂപീകൃതമായത്. ഇനി INCയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രമുഖമായ ഒരു സിദ്ധാന്തമുണ്ട്. അതേതാണ്? സുരക്ഷാ വാൽവ് സിദ്ധാന്തമാണ്. സുരക്ഷാ വാൽവ് സിദ്ധാന്തം. INCയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രമുഖ സിദ്ധാന്തം ഏത് എന്ന് ചോദിച്ചാൽ സുരക്ഷാ വാൽവ് സിദ്ധാന്തമാണ്. സുരക്ഷാ വാൽവ് സിദ്ധാന്തം. ഈ INCയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? ആദ്യത്തെ ജനറൽ സെക്രട്ടറി A.O. ഹ്യൂം ആയിരുന്നു. INCയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി A.O. ഹ്യൂം. INCയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നത് A.O. ഹ്യൂം ആണ്. പ്രസിഡന്റ് ആരായിരുന്നു? W.C. ബാനർജി ആയിരുന്നു. W.C. ബാനർജി ആയിരുന്നു INCയുടെ ആദ്യത്തെ പ്രസിഡന്റ്. അപ്പൊ ഈ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തന്നിട്ട് പ്രസ്താവന ടൈപ്പ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് മാറിപ്പോണ്ട് നോക്കണം. A.O. ഹ്യൂം ആദ്യത്തെ സെക്രട്ടറിയാണ്. W.C. ബാനർജി ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. INC ഫോം ചെയ്തത് 1885 ഡിസംബർ 28 രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രമുഖമായ സിദ്ധാന്തം ഏത് എന്ന് ചോദിച്ചാൽ സുരക്ഷാ വാൽവ് സിദ്ധാന്തമാണ്. ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നത് A.O. ഹ്യൂം ആണ്. ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? W.C. ബാനർജിയാണ്. ഇനി സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തിയ INC സമ്മേളനം ഏത് എന്ന് ചോദിക്കാം. സ്വദേശി. സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തിയ INC സമ്മേളനം ഏതാണ്? 1905 ബനാറസ് സമ്മേളനമാണ്. ബനാറസ് സമ്മേളനം. 1905 ബനാറസ് സമ്മേളനത്തിലാണ് സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തിയത്. ഇനി നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം പാസ്സാക്കിയ INC സമ്മേളനം ഏത് എന്ന് ചോദിക്കാം. നിസ്സഹരണ പ്രസ്ഥാനം പ്രമേയമാക്കിയ INC സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് നിസ്സഹരണ പ്രസ്ഥാനം പ്രമേയമാക്കിയ INC സമ്മേളനം. ഇനി ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമ്മേളനം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ INC സമ്മേളനം ഏതാണ്? 1942 ബോംബെ സമ്മേളനമാണ്. 1942 ബോംബെ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. അടുത്ത ചോദ്യം, അരയ സമാജത്തിന്റെ സ്ഥാപകൻ. അരയ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? അരയ സമാജത്തിന്റെ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പനാണ്. അരയ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെട്ടതാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെട്ടതാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ഇനി കവി തിലകൻ. കവി തിലകൻ എന്നറിയപ്പെട്ടതാരാണ്? കവി തിലകൻ എന്നറിയപ്പെട്ടത് പണ്ഡിറ്റ് കറുപ്പനാണ്. കവി തിലകൻ എന്ന പട്ടം നൽകി അംഗീകരിച്ചത് ആരാണ്? കൊച്ചി രാജാവാണ്. കൊച്ചി രാജാവാണ് പണ്ഡിറ്റ് കറുപ്പനെ കവി തിലകൻ പട്ടം നൽകി അംഗീകരിച്ചത്. കൊച്ചി രാജാവ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് കായൽ സമ്മേളനം. ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ആരെയെന്ന് ചോദിക്കാം. കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്?
പണ്ഡിറ്റ് കറുപ്പനാണ് കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത്. പണ്ഡിറ്റ് കറുപ്പനാണ് കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത്. ഇനി സമാധി സപ്താഹം രചിച്ചത് ആരാണ്? സമാധി സപ്താഹം രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. ആരുടെ വേർപാടുമായിട്ട് ബന്ധപ്പെട്ടാണ് പണ്ഡിറ്റ് കറുപ്പൻ സമാധി സപ്താഹം രചിച്ചത്? ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. ഇപ്പൊ ചോദിക്കാം, ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായിട്ട് ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ഏത് എന്ന് ചോദിക്കാം. ഏതാണ്? സമാധി സപ്താഹമാണ് ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായിട്ട് ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നു? ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? കടുവയാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് ശാസ്ത്രീയ നാമത്തിലാണ് അറിയപ്പെടുന്നത്? പാന്ത്രാ ടൈഗ്രീസ്. ഇന്ത്യയുടെ ദേശീയ മൃഗമായ കടുവയുടെ ശാസ്ത്രീയ നാമം എന്താണ്? പാന്ത്രാ ടൈഗ്രീസ് എന്നാണ്. ഇനി ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ ആകുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം എന്തായിരുന്നു എന്ന് ചോദിക്കാം. ഏതായിരുന്നു? സിംഹമായിരുന്നു. സിംഹം. കടുവയ്ക്ക് മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് ഏതാണ്? സിംഹമാണ്. സിംഹത്തിന്റെ ശാസ്ത്രീയ നാമമായിരുന്നത് പാന്ത്രാ ലിയോ. പാന്ത്രാ ലിയോ എന്നതാണ് സിംഹത്തിന്റെ ശാസ്ത്രീയ നാമം. പാന്ത്രാ ലിയോ. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? മയിലാണ്. മയിലിന്റെ ശാസ്ത്രീയ നാമം ഏതാണ്? പാവോ ക്രിസ്റ്റാറ്റസ് എന്നതാണ്. ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ മയിലിന്റെ ശാസ്ത്രീയ നാമമാണ് പാവോ ക്രിസ്റ്റാറ്റസ്. മയിലിന്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ്. ഇനി ഇന്ത്യയുടെ ദേശീയ ജലജീവി നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. എന്താണ്? ഗംഗാ ഡോൾഫിനാണ്. ഗംഗാ ഡോൾഫിന്റെ ശാസ്ത്രീയ നാമം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ജലജീവിയായ ഗംഗാ ഡോൾഫിന്റെ ശാസ്ത്രീയ നാമമാണ് പ്ലാറ്റനിസ്റ്റ ഗംഗൈറ്റിക്ക എന്നത്. പ്ലാറ്റനിസ്റ്റ ഗംഗൈറ്റിക്ക. ഇനി ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായ ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ്? എലഫസ് മാക്സിമസ് എന്നാണ്. ആനയുടെ ശാസ്ത്രീയ നാമമാണ് എലഫസ് മാക്സിമസ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായ ആനയുടെ ശാസ്ത്രീയ നാമമാണ് എലഫസ് മാക്സിമസ്. ഇനി ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? താമരയാണ്. താമരയാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം. ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രീയ നാമം എന്താണ്? നിലംബോ ന്യൂസിഫറ എന്നാണ്. നിലംബോ ന്യൂസിഫറ എന്നതാണ് താമരയുടെ ശാസ്ത്രീയ നാമം. അപ്പം നമ്മളിപ്പോൾ നോക്കി ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് ശാസ്ത്രീയ നാമത്തിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. കടുവയുടെ ശാസ്ത്രീയ നാമം പാന്ത്രാ ടൈഗ്രീസ് എന്നാണ്. കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗം ആകുന്നതിന് മുമ്പ് സിംഹമായിരുന്നു. സിംഹത്തിൻ്റെത് പാന്ത്രാ ലിയോ എന്നാണ്. മയിലിൻ്റെത് പാവോ ക്രിസ്റ്റാറ്റസ്. ഗംഗാ ഡോൾഫിൻ്റെത് പ്ലാറ്റനിസ്റ്റ ഗംഗൈറ്റിക്ക. ആനയുടേത് എലഫസ് മാക്സിമസ്. താമരയുടേത് നിലംബോ ന്യൂസിഫറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കണ. വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം അല്ലെങ്കിൽ സയന്റിഫിക് നെയിം എന്താണ്? കാൽസിഫെറോൾ എന്നതാണ്. കാൽസിഫെറോൾ എന്നറിയപ്പെടുന്നത് ഏത് വൈറ്റമിൻ ആണ് എന്ന് ചോദിക്കാം. ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. അതുപോലെ സ്റ്റിറോയിഡ് ഹോർമോൺ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിക്കാം. സ്റ്റിറോയിഡ് ഹോർമോൺ ഏതാണ്? വൈറ്റമിൻ ഡി ആണ് സ്റ്റിറോയിഡ് ഹോർമോൺ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിക്കാം. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. ഇനി ചില വൈറ്റമിനുകളുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജീവകം എയുടെ വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തതയ്ക്ക് കാരണമാകുന്നത് ഏത് വൈറ്റമിൻ്റെ അഭാവമാണ് എന്ന് ചോദിക്കാം. ഏതാണ്? വൈറ്റമിൻ എ ആണ്. അതുപോലെ സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വൈറ്റമിൻ്റെ അഭാവമാണ് എന്ന് ചോദിക്കാം. ഏതാണ്? വൈറ്റമിൻ എ ആണ്. ഇനി
വൈറ്റമിൻ കെയുടെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത്? വൈറ്റമിൻ കെയുടെ അഭാവം മൂലമാണ് ഹീമോഫീലിയ ഉണ്ടാകുന്നത്. വന്ധ്യതയ്ക്ക് കാരണമാകുന്നതോ? ജീവകം ഇയുടെ, വൈറ്റമിൻ ഇയുടെ അഭാവമാണ് വന്ധ്യതയ്ക്ക് കാരണമാകുന്നത്. അടുത്തത് ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവിയാണ്.